എല്ലാവർക്കും നമസ്കാരം. പുതിയ ബിസിനസ് ആരംഭിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സേവനങ്ങളോ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോക്കസ് പൈലറ്റ് മാർക്കറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു ഫോക്കസ് പൈലറ്റ് മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടാർഗറ്റഡ് അപ്രോച്ചാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരു ചെറിയ ഒരു ടീമിൽ ഒരു സ്മോൾ ആൻഡ് സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ഒന്ന് പരീക്ഷിച്ച് അതിലുള്ള ആ പ്രാഥമികമായിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഫുൾ സ്കെയിൽ ലോഞ്ചിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഫോക്കസ് പൈലറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പല ആളുകളും ഇത് ചെയ്യാതെ നേരിട്ട് തന്നെ ഫുൾ സ്കെയിൽ ലോഞ്ചൊക്കെ ചെയ്ത് പിന്നീടാണ് പല ബുദ്ധിമുട്ടുകളും ചലഞ്ചുകളും അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ ഒക്കെയുള്ള ചില പോരായ്മകളൊക്കെ കണ്ടെത്തുന്നത്. അപ്പോഴേക്കും ആ സ്ഥാപനത്തോടോ ഉൽപ്പന്നത്തോടോ ഉള്ള വാല്യൂ അല്ലെങ്കിൽ അതിനോടുള്ള ട്രസ്റ്റൊക്കെ പലപ്പോഴും മാർക്കറ്റിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്, ഇഫ് യു ആർ ഫോക്കസിങ് എവ്രിവെയർ ദെൻ യു ആർ ഫോക്കസിങ് നോ വെയർ എന്നാണ് പറയപ്പെടുന്നത്. അതായത് എല്ലാവരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ ചെയ്താൽ ഒന്നും എങ്ങും എത്താത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കും. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അത് ഭംഗിയായി ചെയ്യണം. അതായത് സാധാരണഗതിയിൽ സംരംഭകരിൽ കാണുന്ന രണ്ട് മിസ്റ്റേക്കുകൾ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലരുടെ വിചാരം സെല്ലിങ് ടു എവ്രി വൺ, എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് വളരെ കുറവായിരിക്കും. കാരണം ചിലർ സെല്ലിങ് ബൈ ചൈന സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഈ ചൈന സിൻഡ്രോം എന്ന് സാധാരണ അറിയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ടോയ്സൊക്കെ ചൈന ടോയ്സുകളൊക്കെ വിൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആര് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന അവസ്ഥയിലായിരിക്കും അവർ സ്റ്റോളോ ബിസിനസ് എക്സിബിഷനോ ഒക്കെ നടത്തുന്നത്. അതുപോലത്തെ അവസ്ഥ ഓരോ ബിസിനസ്സിലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ചില കാര്യങ്ങൾ നമുക്ക് സെഗ്മെൻറ്റ് ചെയ്ത് തന്നെ ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ്, അത് സ്പെസിഫൈ ചെയ്ത് ബിസിനസ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു റോങ് കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എവ്രി വൺ ഈസ് അവർ കസ്റ്റമർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ബിസിനസ്സിൽ കസ്റ്റമർ ആയിരിക്കില്ല. ചിലപ്പോൾ ചില ബിസിനസ്സുകൾ ലോ എൻഡ് അല്ലെങ്കിൽ അഫോർഡബിലിറ്റി മാത്രം നോക്കി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ചിലർ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തായിരിക്കും, ചിലർ പ്രീമിയം കസ്റ്റമറെ ഫോക്കസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തായിരിക്കും. അതെന്താണെന്നുള്ളത് ക്ലാരിറ്റി വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫോക്കസ് പൈലറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മൾ ചെയ്യണം. അത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഏരിയയിൽ നമുക്ക് എല്ലാ കാര്യവും ഒന്ന് ചെയ്ത് പ്രൂവ് ചെയ്യാൻ, ചിലപ്പോൾ ആ ഏരിയയിൽ നമുക്ക് ഡൊമിനേറ്റ് ചെയ്യാനും പറ്റും. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് വലിയ മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സ്മോളർ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് അലവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടല്ലോ, മെറ്റീരിയൽ, മെഷീൻ, മണി എന്നൊക്കെ പറയണത്, ഇതിൻ്റെ എല്ലാം ഒപ്റ്റിമൽ യൂസേജ് നമുക്ക് ഇനീഷ്യലി എടുക്കാൻ പറ്റും. മാത്രമല്ല ഒരു ലോക്കൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഫീഡ്ബാക്കൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ലോകത്തെ വലിയ കമ്പനികൾ പലതും അങ്ങനെ തന്നെ തുടങ്ങിയേക്കണം. ആമസോണിൻ്റെ കാര്യം നോക്കുക, ആമസോൺ ബൈ ജെഫ് ബെസോസ്. അദ്ദേഹം എന്താ ചെയ്തത്, ആദ്യം ഏർലി 90s ഒരു ബുക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു ചെറിയ പ്ലാറ്റ്ഫോമായിരുന്നു ആമസോൺ. ബുക്ക് വിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യ ചിന്ത. പിന്നീടാണ് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയും ഇലക്ട്രോണിക്സും ഗ്രോസറീസും അപ്പാരൽസും ഒക്കെ അതിലേക്ക് വന്ന് ഇന്ന് എത്രയോ വലിയ $multi-billion കമ്പനിയായി അത് മാറി. അപ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം എന്ന് നോക്കുക. ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിൽ നിന്നാണ് ഗ്രോ ചെയ്ത് വന്നതാണ്. ഇനി ഈവൻ ലിങ്ക്ഡിനൊക്കെ ഇന്ന് നന്നായിട്ട് പ്രൊഫഷണൽസൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനീഷ്യലി ഏറ്റവും കൂടുതൽ ആളുകൾ ജോബ് സെർച്ച് ചെയ്യാൻ മാത്രമേ വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ജോബ് സെർച്ച് മാത്രമല്ല, ഈവൻ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അവരുടെ ഒരു സോഷ്യൽ പ്രൊഫൈലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന ലെവലിലേക്ക് ഒരു ഓൺലൈൻ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടൊക്കെ ഇന്ന് ലിങ്ക്ഡിൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ലെവലിലേക്ക് വന്നത് ഈ ഒരു ഫോക്കസ് പൈലറ്റ് മാർക്കറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഇനി ടിൻഡർ പോലുള്ള ആപ്പുകൾ നോക്കിക്കേ, US സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനീഷ്യലി ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു അഡൽട്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബോയ്സ് ഗേൾസ് അവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആ ടിൻഡർ ആപ്പൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് 196 രാജ്യങ്ങളിലോളമായിട്ട് അത് വ്യാപിച്ചു. അപ്പോൾ ഇനീഷ്യലി ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ലോകം മുഴുവൻ വ്യാപിച്ചത്. അപ്പോൾ ഏത് ബിസിനസ് ഏത് പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് എടുത്ത് അവിടെ ഒന്ന് ശരിക്കും അതിനൊന്ന് ഫുൾ ഫ്ലെഡ്ജഡായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം അടുത്ത ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യാനുള്ളൊരു കാര്യം. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ കൺസ്യൂമർ പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. എന്ത് കാര്യം ഡിസൈൻ ചെയ്യുമ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള എൻഡ് യൂസറെ കണ്ടുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറെ കണ്ടുകൊണ്ട് തന്നെ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു ടോയ് പ്രൊഡക്റ്റാണ് നിങ്ങൾ ഇറക്കുന്നതെങ്കിൽ യൂസർ ചിലപ്പോൾ കുട്ടിയായിരിക്കും, പക്ഷേ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് അവരുടെ പാരൻസ് ആയിരിക്കും. അപ്പോൾ പാരൻസിനെയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ
ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിന്ന് സംസാരിച്ച വിഷയം ഫോക്കസ് പൈലറ്റ് മാർക്കറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റോ സർവീസൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫോക്കസ് പൈലറ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു.